ലോകത്തിലെ ഏറ്റവും ഗ്ലാമറസ് ആയുള്ള ബീച്ചുകളിലൊന്നാണ് മയാമി ബീച്ച്. മയാമി എന്നത് മിയാമി എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വളർന്നിട്ടുള്ളത് മയാമി എന്നാണല്ലോ. ഏത് വികാരനിർഭരമായ ജീവിതത്തിൻ്റെ കലുഷിതത്വം ഒരു മാത്രം ഇറക്കി വയ്ക്കാനും ഇന്ന് തീരുമോ നാളെ തീരുമോ എന്നറിയാത്ത ഈ ചെറിയ ജീവിതത്തിൻ്റെ ഒരു ദിവസമെങ്കിലും അനശ്വരമാക്കുവാനും മരിച്ച് മണ്ണടിയ മുന്നേ ചുറ്റുമുള്ള 4 ആളുകളോട് അനുഭവം പറഞ്ഞ് കോൾമയിർ കൊള്ളുവാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ മയാമിയിലേക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. ഈ കടലോരം ഉല്ലാസത്തിനും ആനന്ദത്തിനും നിറങ്ങൾക്കുമെല്ലാം തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കുക. കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ ഒരുത്തൻ തല കുത്തി മറിയുന്നു. ഹീസ് നോട്ട് ക്രേസി ഓർ മാഡ്. മയാമിയുടെ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പലതും തോന്നും. എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു നിലവാരത്തിലുള്ള അനുഭൂതിയാണ് ഇവിടെ വരുന്ന എല്ലാ മനുഷ്യർക്കും ഈ പ്രകൃതി നൽകുന്നത്. എത്ര സംഘർഷഭരിതമായ മനസ്സുകൊണ്ട് ഈ കടലോരത്ത് വന്നാലും ഇവിടെ ഈ മണ്ണിൽ കാൽ പതിയുന്ന നിമിഷം മുതൽ നിങ്ങൾ മറ്റൊരാളായിട്ട് മാറുന്നത് ഗ്യാരണ്ടിയാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാനോ വിലയിരുത്താനോ ഇവിടെയുള്ള മറ്റൊരു മനുഷ്യർക്കും നേരവുമില്ല, അവർക്കതിൻ്റെ കാര്യവുമില്ല. US-ൽ ഫ്ലോറിഡയിലാണ് മയാമി ഉള്ളത്. ഈ പ്രദേശത്തു കൂടിയുള്ള യാത്രകൾ അത്രമേൽ എക്സ്പെൻസീവുമായിരിക്കും. എന്നാൽ ഭൂമിയെ സ്നേഹിക്കുന്ന യാത്രകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഇതൊക്കെ എന്ത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന വാർത്തയാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച്. പല വർണ്ണത്തിൽ, വലിപ്പത്തിൽ, ആകർഷണത്തിൽ ലഭിക്കുന്ന ഈ വധശിക്ഷകളെ എത്ര രൂപ മുടക്കിയാണ് നമ്മുടെ ആളുകൾ വാങ്ങിച്ചടിച്ച് അവർ ലോകത്ത് അലിഞ്ഞു ചേരുന്നത്. ഒരു മനുഷ്യൻ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് തുടങ്ങുന്ന ആ നിമിഷം ഈ ലോകത്തോടും ഇവിടുത്തെ ബന്ധങ്ങളോടുമുള്ള ഒരു യാത്ര പറച്ചിൽ കൂടിയാണത്. പിന്നീട് അവർക്ക് അവരുടെ ചുറ്റുമുള്ള മനുഷ്യരെ ഒരിക്കലും അവരുടെ ബന്ധങ്ങളിൽ കാണാൻ സാധിക്കില്ല. സുഹൃത്തുക്കൾ, മറ്റാളുകൾ എന്തിനു പറയുന്നു, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവൻ എന്നൊരു പ്രയോഗം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ട് ഇക്കാര്യങ്ങൾ പുല്ലിംഗം വെച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അക്കാര്യത്തിൽ സമത്വത്തിൽ നമ്മൾ ഒരുപാട് മുൻപോട്ട് പോയിരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ ഇന്ന് എല്ലാ പ്രായത്തിലുള്ളവരും MDMA എന്ന ഒരു കുടക്കീഴിലുണ്ട്. നമ്മുടെയൊക്കെ കാരണവന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കും, അവർക്ക് ടെൻഷൻ വരുമ്പോഴും മാനസിക പ്രയാസം വരുമ്പോഴുമൊക്കെയാണ് സാധാരണഗതിയിൽ അവർ കൂടുതലായി വലിക്കാറുള്ളതും കുടിക്കാറുള്ളതുമൊക്കെ. ആ ഇക്വേഷൻ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ മാനസിക പ്രശ്നത്തിൽ അവരെക്കാളൊക്കെ മേലെയാണ് ഇന്നത്തെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഉള്ളത്. ഏറ്റവും വിനയപൂർവ്വം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിനെയെങ്കിലും ലഹരിയാക്കുന്നുണ്ടെങ്കിൽ അത് യാത്രകളെ ആക്കിക്കൊള്ളൂ. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ വലിയ ഭൂമി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ തന്നെയുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചപ്പെടുത്തി അടിവരയിട്ട് പറയാം, ഈ ഭൂമി നിങ്ങൾക്ക് തരുന്ന അനുഭൂതിയുടെ ഒരംശം പോലും ഒരുത്തിൻ്റെയും ഒരു MDMAയ്ക്കും തരാൻ സാധിക്കില്ല. ഇനി ഈ സാധനമൊക്കെ വലിച്ചു കയറ്റി ചുരുണ്ടുകൂടി ഭൂമിയിലെ ഏതെങ്കിലും ഒരു മാളത്തിലൊടുങ്ങാൻ വധശിക്ഷ കാത്തു കിടക്കുന്ന എംബോക്കികളോട് പറയാനുള്ളത്, നിന്റെയൊക്കെ ജീവിതമോ നീയൊക്കെ തീർത്തു. ദയവ് ചെയ്ത് ബാക്കിയുള്ള മനുഷ്യരുടെ ജീവന് നിന്റെയൊക്കെ ഈ 1 ഗ്രാം പൊടിയുടെ വിലയിടരുത്. ഓർക്കുക, മനുഷ്യകുലത്തിന് ഒരു പ്രാകൃത ചരിത്രമുണ്ട്, പറയാൻ അത്ര അഭിമാനമൊന്നുമല്ലാത്ത ഒരു ചരിത്രം. നിന്നെയൊക്കെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്ന് തെരുവിൽ തുണിയില്ലാതെ നിർത്തി ചാട്ടവാറിനടിച്ച് മര്യാദ പഠിപ്പിക്കാൻ ഈ സമൂഹം അങ്ങ് തീരുമാനിച്ചാൽ ഒരു ദേവേന്ദ്രനും തടുക്കാൻ കഴിയില്ല. കാലവും നക്ഷത്രവും തെറ്റി മനുഷ്യകുലത്തിൽ പിറന്നുപോയ അഫാൻ എന്നൊരു അസുരൻ്റെ കഥ കേരളം അറിഞ്ഞപ്പോൾ തൊട്ട് ഈ കേരള മനസാക്ഷി വടിവെട്ടി വെച്ചിട്ടുള്ളതാണ്. ഈ മനുഷ്യരെ നോക്കുക, പല രാജ്യത്തു നിന്നുള്ള പലതരത്തിലുള്ള മനുഷ്യരാണ്, പല സംസ്കാരവും പേര് ജീവിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഇവരിൽ നിന്ന് പഠിക്കുവാൻ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ, ശരിക്കും അടിമകൾ, നമ്മുടെ നാടിൻ്റെ പ്രബുദ്ധതയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ തള്ളിമറിക്കാറുണ്ട്. നിങ്ങൾ ഒരു യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കും ആ പ്രബുദ്ധതയ്ക്കൊക്കെ ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലുമില്ല എന്ന് മനസ്സിലാകുന്നത്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും. അങ്ങനെയുള്ള സെലിബ്രിറ്റികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും ഇങ്ങനെയുള്ളവരെയാണ്. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് പഠിക്കുവാനുണ്ട്, ഒരുപാട് മുന്നേറുവാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് യാത്രകളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഒരു വലിയ ബുക്ക് വായിക്കുന്നതിനേക്കാൾ അറിവ് നിങ്ങളുടെ യാത്രകൾക്ക് തരാൻ സാധിക്കും. അതാണ് ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തരുന്ന അനുഭവങ്ങൾ, അറിവുകൾ. അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, ലോകത്തിൽ നിലവിലുള്ള എല്ലാ ലഹരിയേക്കാളും മെച്ചപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ലഹരി എന്നത് യാത്രകളാണ്. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി.